ഹലോ ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചിലപ്പോഴൊക്കെ നമ്മൾ പ്രീമിയർ ഫയൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ ഒരു പ്രീമിയർ ഫയലിനെ വേറൊരു സിസ്റ്റത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്രീമിയർ ഫയലിൽ നമ്മൾ ഒരുപാട് ഓഡിയോസ്, അതുപോലെ തന്നെ വീഡിയോ ഫയൽ, ഇമേജ് ഫയൽ പലതും യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമ്മൾ വേറൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ ഈ പ്രീമിയർ ഫയലിനെ കോപ്പി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ഈ ഒരു വർക്ക് ഫയലിനെ മെയിൽ അയച്ചു കൊടുക്കുമ്പോൾ, നമ്മൾ ഈ പ്രീമിയർ ഫയലിൽ ഏതെല്ലാം ഫയൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ, ചിലപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ സി ഡ്രൈവിൽ നിന്നാവാം, അല്ലെങ്കിൽ ഡി ഡ്രൈവ്, എഫ് ഡ്രൈവ്, അങ്ങനെ പല ഡ്രൈവിൽ നിന്നും നൂറുകണക്കിന് ഫയൽസ് ചിലപ്പോൾ നമ്മൾ ഈ പ്രീമിയർ വർക്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വേറൊരു സിസ്റ്റത്തിലോട്ടിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത്, ഈ ഓരോ ഫയലുകളും നമുക്ക് അതിന്റെ പാത്ത് കണ്ടുപിടിച്ചിട്ട് ഒരു ഫോൾഡറിലേക്ക് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് പ്രീമിയറിനകത്ത് തന്നെ നമുക്ക് ഒരു വൺ ക്ലിക്കിൽ നമുക്ക് ഈ ഒരു വർക്ക് ഫയലിലുള്ള കംപ്ലീറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഒരു ഫോൾഡറിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്യുന്നൊരു എളുപ്പ വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആണല്ലോ. തീർച്ചയായിട്ടും പലർക്കും ഇത് അറിയായിരിക്കാം, എന്നാലും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ ഫയൽ മെനുവിൽ പോവുക, നമ്മൾ ഇതിനകത്ത് പ്രോജക്റ്റ് മാനേജർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസിൽ പോയിട്ട് ഡെസ്റ്റിനേഷൻ എവിടെയെന്നുള്ള നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു, സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഓക്കെ എടുക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് പ്രിവ്യൂ ഫയൽസ്. ഇതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ആസ് ഡിഫോൾട്ട് ആസ് ഇറ്റ് ഈസ് നിങ്ങൾ ചെയ്താൽ മതി. ഇതിനകത്ത് ഇൻക്ലൂഡ് പ്രിവ്യൂ ഫയൽസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചില സമയത്ത് ടൈം ലൈനിൽ പ്ലേ ബാക്ക് ഒന്നുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സീക്വൻസുകൾ റെൻഡർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രിവ്യൂ ഫയൽസ് പ്രീമിയർ ജനറേറ്റ് ചെയ്യും. പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് ആവാതെ വളരെ ഈസി ആയിട്ട് പ്ലേ ആവും. അപ്പോൾ ആ പ്രിവ്യൂ ഫയൽസിനും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലൂഡ് പ്രിവ്യൂ ഫയൽസ് എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രീമിയർ ഫയലിൽ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഓഡിയോ ഫയൽസ്, ഇമേജസ്, വീഡിയോസ് എല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ട് ഒരു ഫോൾഡറിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കോപ്പീഡ് PR ആർക്കൈവ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ വർക്ക് ചെയ്യുന്ന ആ പ്രീമിയർ ഫയലിൻ്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടാവും. അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഫയൽസ്, അതുപോലെ തന്നെ ഇമേജസ്, അതുപോലെ തന്നെ ഓഡിയോ ഫയൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫോൾഡറിൽ ഒരൊറ്റ ക്ലിക്കിലൂടെ കമ്പൈൽ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രീമിയറിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ പ്ലഗിൻസോ അല്ലെങ്കിൽ ഇതുപോലത്തെ മോഷൻ ഗ്രാഫിക്സോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഫോണ്ടുകളോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ആ ഫോൾഡറിനകത്ത് ആ ഫോണ്ടുകളോ മോഷൻ ഗ്രാഫിക്സോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലഗിൻസോ വരികയില്ല. അത് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന പുതിയ സിസ്റ്റത്തിൽ ഇതിനകത്ത് നിങ്ങൾ അതെല്ലാം സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഫ്രണ്ട്സുകളായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല ട്യൂട്ടോറിയൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.